നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ചിന്തിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് കാർഡിൽ നമുക്ക് വന്നിരിക്കുന്നത് ഐ ആം അഫ്രെയ്ഡ് ടു കോണ്ടാക്റ്റ് യു ആൻഡ് ഐ ലവ് യു. ഓക്കെ, സോ ഫസ്റ്റ് കാർഡിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ ഒരു കുറ്റബോധം ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരു കാർഡും കൂടെ എടുത്തപ്പോഴത്തേക്കും ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഈ 3 കാർഡ്സ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്കൊരു കുറ്റബോധമുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ പേഴ്സണലി ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്കുണ്ടായി. സോ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ തിരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഭയമുണ്ട്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്നുള്ള ഭയമായിരിക്കാം. അവർ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമെന്നും ഭയമായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും ആ ഒരു ഡീപ്പ് ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രോങ് ഇമോഷൻസ് അവരുടെ മനസ്സിലുണ്ട്, അവരത് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി. ഓക്കെ, തേർഡ് കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ആ ഒരു സ്നേഹം മനസ്സിലുണ്ട്, പക്ഷേ എന്തൊക്കെയോ ഭയമാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നത് എന്തൊക്കെയോ ഭയമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഗിൽറ്റി ഫീലായിരിക്കാം. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആകുമോ എന്നൊരു ഭയം, എന്താണ് എന്നറിയത്തില്ല. ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർക്കെല്ലാം പഴയതുപോലെ ആകണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ അതൊക്കെ അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്, പക്ഷേ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഭയം. ഓക്കെ, സോ ഇതാണ് നമുക്കിവിടെ അവരുടെ ഫീലിങ്സിൽ വന്നിരിക്കുന്ന കാർഡ്സ്. സോ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.